2 ശമൂവേൽ അധ്യായം 14. രാജാവിൻ്റെ മനസ്സ് അബ്ശാലോമിൻ്റെ നേരെ ചാഞ്ഞിരിക്കുന്നുവെന്ന് സെരൂയയുടെ മകനായ യോവാബ് അറിഞ്ഞപ്പോൾ തെക്കോവയിലേക്ക് ആളയച്ചു. അവിടെ നിന്ന് വിവേകവതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട്, മരിച്ചുപോയവനെക്കുറിച്ച് ഏറിയ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പൂശാതെയും രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം എന്ന് പറഞ്ഞു. യോവാബ് വാചകം അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ തെക്കോവക്കാരത്തിയായ സ്ത്രീ രാജാവിനോട് സംസാരിപ്പാൻ ചെന്നു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. രാജാവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, നിനക്കെന്തു വേണം എന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞത്, അടിയൻ ഒരു വിധവയാകുന്നു, ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ അടിയന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് തമ്മിൽ കലഹിച്ചു. അവരെ പിടിച്ചു മാറ്റുവാൻ ആരുമില്ലായ്കൊണ്ട് ഒരുത്തൻ മറ്റവനെ അടിച്ചു കൊന്നു. കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു, സഹോദര ഘാതകനെ ഏൽപ്പിച്ചു തരിക, അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവനെ കൊന്നു, അങ്ങനെ അവകാശിയെയും നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ അവർ എൻ്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കെടുത്തു കളവാൻ ഭാവിക്കുന്നു. രാജാവ് സ്ത്രീയോട്, നിന്റെ വീട്ടിലേക്ക് പോക, ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും എന്ന് പറഞ്ഞു. ആ തെക്കോവക്കാരത്തി രാജാവിനോട്, എൻ്റെ യജമാനനായ രാജാവേ, കുറ്റം എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ, രാജാവിനും സിംഹാസനത്തിനും കുറ്റമില്ലാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിന്നോട് വല്ലതും പറയുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. രക്തപ്രതികാരകൻ അധികം സംഹാരം ചെയ്യുകയും എൻ്റെ മകനെ അവർ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ഓർക്കണമേ എന്നവൾ പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ മകൻ്റെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ യജമാനനായ രാജാവിനോട്, അടിയൻ ഒരു വാക്ക് ബോധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പറക എന്നവൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നതെന്ത്? രാജാവ് തൻ്റെ ഭ്രഷ്ടനെ മടക്കി വരുത്താഞ്ഞതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ. നാം മരിക്കേണ്ടുന്നവരല്ലോ, നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്കിനിയും ഭ്രഷ്ടനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. ഞാൻ ഇപ്പോൾ യജമാനനായ രാജാവിനെ ഈ കാര്യം ഉണർത്തിപ്പാൻ വന്നത് ജനം എന്നെ ഭയപ്പെടുത്തുക കൊണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാജാവിനെ ഉണർത്തിക്കട്ടെ, പക്ഷേ രാജാവ് അടിയന്റെ അപേക്ഷ പ്രകാരം ചെയ്യുമായിരിക്കും. രാജാവ് കേട്ടു, എന്നെയും എൻ്റെ മകനെയും ഒന്നിച്ച് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് നശിപ്പിപ്പാൻ ഭാവിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമല്ലോ എന്ന് അടിയൻ വിചാരിച്ചു. യജമാനനായ രാജാവിൻ്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ. ഗുണവും ദോഷവും തിരിച്ചറിവാൻ യജമാനനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നും അടിയൻ വിചാരിച്ചു. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടി ഇരിക്കുമാറാകട്ടെ. രാജാവ് സ്ത്രീയോട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, അത് എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. യജമാനനായ രാജാവ് കൽപ്പിച്ചാലും എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ രാജാവ്, ഇതിലൊക്കെയും യോവാബിൻ്റെ കൈയില്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത്, യജമാനനായ രാജാവേ, നിന്റെ ജീവനാണ. യജമാനനായ രാജാവ് അരുളി ചെയ്താൽ വലത്തോട്ടോ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂടാ. നിന്റെ ഭൃത്യനായ യോവാബ് തന്നെയാകുന്നു ഇത് അടിയനോട് കൽപ്പിച്ചത്. അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയന് ഉപദേശിച്ചു തന്നത്. കാര്യത്തിൻ്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ ഭൃത്യനായ യോവാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എൻ്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു. രാജാവ് യോവാബിനോട്, ഞാൻ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു.
അതുകൊണ്ട് നീ ചെന്ന് അബ്ശാലോം കുമാരനെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. യോവാബ് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു, രാജാവിനെ അഭിനന്ദിച്ചു. യജമാനനായ രാജാവേ, അടിയന്റെ വാക്കുപോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയന് തിരുമുൻപിൽ കൃപ ലഭിച്ചു എന്ന് അടിയൻ ഇന്നറിയുന്നു എന്ന് യോവാബ് പറഞ്ഞു. അങ്ങനെ യോവാബ് പുറപ്പെട്ടു ഗശൂരിൽ ചെന്ന് അബ്ശാലോമിനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ രാജാവ്, അവൻ തൻ്റെ വീട്ടിലേക്ക് പോകട്ടെ, എൻ്റെ മുഖം അവൻ കാണരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അബ്ശാലോം തൻ്റെ വീട്ടിൽ പോയി രാജാവിൻ്റെ മുഖം കണ്ടതുമില്ല. എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടി തൊട്ടു മുടി വരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു. അവൻ തൻ്റെ തലമുടി ആണ്ടുതോറും കത്രിപ്പിച്ചു കളയും. അത് തനിക്ക് ഭാരമായിരിക്കയാൽ അത്രേ കത്രിപ്പിച്ചത്. അവൻ്റെ തലമുടി കത്രിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശാലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. അവൾ സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. രാജാവിൻ്റെ മുഖം കാണാതെ അബ്ശാലോം 2 സംവത്സരം മുഴുവനും യെരൂശലേമിൽ പാർത്തു. ആകയാൽ അബ്ശാലോം യോവാബിനെ രാജാവിൻ്റെ അടുക്കൽ അയക്കേണ്ടതിന് അവനെ വിളിപ്പാൻ ആളയച്ചു. എന്നാൽ അവൻ അവൻ്റെ അടുക്കൽ ചെന്നില്ല. 2ാമത് പറഞ്ഞയച്ചിട്ടും അവൻ ചെന്നില്ല. അതുകൊണ്ട് അവൻ തൻ്റെ ഭൃത്യന്മാരോട്, എൻ്റെ നിലത്തിനരികെ യോവാബിന് ഒരു നിലമുണ്ടല്ലോ, അതിൽ യവം വിളഞ്ഞു കിടക്കുന്നു. നിങ്ങൾ ചെന്ന് അത് തീ വെച്ച് ചുട്ടുകളവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർ ആ കൃഷി ചുട്ടുകളഞ്ഞു. അപ്പോൾ യോവാബ് എഴുന്നേറ്റു അബ്ശാലോമിൻ്റെ വീട്ടിൽ ചെന്നു അവനോട്, നിന്റെ ഭൃത്യന്മാർ എൻ്റെ കൃഷി ചുട്ടുകളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അബ്ശാലോം യോവാബിനോട്, ഞാൻ ഗശൂരിൽ നിന്ന് എന്തിനു വന്നിരിക്കുന്നു? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് രാജാവിനോട് പറവാൻ നിന്നെ അവൻ്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരേണം എന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്ക് ഇപ്പോൾ രാജാവിൻ്റെ മുഖം കാണണം. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. യോവാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വസ്തുത അറിയിച്ചു. അവൻ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിൻ്റെ അടുക്കൽ ചെന്നു രാജാവിൻ്റെ മുൻപാകെ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു. 2 ശമൂവേൽ അധ്യായം 15. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തൻ്റെ മുൻപിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അതികാലത്ത് എഴുന്നേറ്റു പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിൻ്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ചു, നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്നവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. ഹാ, വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ച് കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരേണമേ. യഹോവ എന്നെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കും എന്നടിയൻ അരാമിലെ ഗശൂരിൽ പാർത്ത കാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു ഹെബ്രോനിലേക്ക് പോയി. എന്നാൽ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറവീൻ എന്ന് പറയിച്ചിരുന്നു.
അബ്ശാലോമിനോടുകൂടെ യെരുശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫേൽ എന്ന ഗീലോനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുകയാൽ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു ഇസ്രായേലിയരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരുശലേമിൽ തന്നോടു കൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ചു നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീൻ എന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട്, യജമാനനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. അവന്റെ ഗ്രഹമൊക്കെയും അവനെ പിഞ്ചെന്നു. എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ടു ജനമൊക്കെയും പിന്നാലെ ചെന്നു. അവർ ബേത്ത് മെർഹാക്കിൽ നിന്നു. അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരികത്തുകൂടി കടന്നുപോയി. എല്ലാ ക്രേത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്യരും രാജാവിൻ്റെ മുൻപാകെ കടന്നുപോയി. രാജാവ് ഗിത്യനായ ഇത്ഥായിയോട് പറഞ്ഞത് എന്തെന്നാൽ, നീയും ഞങ്ങളോടുകൂടെ വരുന്നതെന്തിന്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ പാർക്ക. നീ പരദേശിയും സ്വദേശഭ്രഷ്ടനും അല്ലോ. നിന്റെ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുക. നീ ഇന്നലെ വന്നതേയുള്ളൂ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തേക്ക് പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോക. ദയയും വിശ്വസ്തതയും നിന്നോടുകൂടെ ഇരിക്കട്ടെ. അതിന് ഇത്ഥായി രാജാവിനോട്, യഹോവയാണ്, യജമാനനായ രാജാവാണ്. യജമാനനായ രാജാവ് എവിടെയിരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനും ഇരിക്കും എന്ന് പറഞ്ഞു. ദാവീദ് ഇത്ഥായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്ഥായിയും അവന്റെ ആളുകളും അവനോട് കൂടെയുള്ള കുഞ്ഞുകുട്ടികളും എല്ലാം കടന്നുപോയി. ദേശത്തൊക്കെയും വലിയ കരച്ചിലായി. ജനമെല്ലാം കടന്നുപോയി. രാജാവും കിദ്രോൻ തോട് കടന്നു. ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിക്ക് പോയി. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ചു. ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബ്യാഥാർ മല കയറി ചെന്നു. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോക. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാൺമാൻ എനിക്കിടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പിന്നെയും പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോക. നിങ്ങളുടെ 2 പുത്രന്മാർ, നിന്റെ മകൻ അഹീമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടെയുണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മവർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ താമസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സാദോക്കും അബ്യാഥാരും ദൈവത്തിന്റെ പെട്ടകം യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും നടന്നു. കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോടു കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു.
പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തിയപ്പോൾ അർഖ്യനായ ഹൂശായി അങ്കി കീറിയും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്നത് കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോട് കൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശാലോമിനോട്, രാജാവേ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം. ഞാൻ ഇതുവരെ നിന്റെ അപ്പൻ്റെ ദാസനായിരുന്നതുപോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാദോക്കും അബ്യാഥാരുമുണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ 2 പുത്രന്മാർ സാദോക്കിൻ്റെ മകൻ അഹീമാസും അബ്യാഥാരിൻ്റെ മകൻ യോനാഥാനുമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പിൻ. അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരൂശലേമിലെത്തി.